ഹലോ ഗൈസ്, മലയാള മീഡിയയിലെ ടയോട്ട പ്രാന്തന്മാർക്കുള്ള ഒരു എപ്പിസോഡിലേക്ക് എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് എത്തിച്ചേർന്നുള്ളത് PMA കാർസിലാണ് കേട്ടോ. ടയോട്ടയുടെ എല്ലാ വാഹനങ്ങളും ഏറ്റവും വില കുറിച്ച് കിട്ടുന്ന ഒരു ഷോപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരവുള്ളൂ, നമ്മളെ PMA കാർസാണ് കേട്ടോ. ഇവിടെ എല്ലാ രീതിയിലുള്ള വാഹനങ്ങളുണ്ട്, പഴയതുണ്ട്, പുതിയതുണ്ട്, ഓട്ടോമാറ്റിക് ഉണ്ട്, മാനുവലും ഉണ്ട് കേട്ടോ. ഏത് കളർ വേണം, ഏത് വേരിയൻ്റ് വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. ക്രിസ്റ്റ നോക്കുന്നവർക്ക് അതിൻ്റെ സെക്ഷൻ ഉണ്ട്, ഫോർച്യൂണറിൻ്റെ ഒരു കളക്ഷൻ തന്നെ ഉണ്ട്, കൂടാതെ ഇന്നോവൻ്റെ വലിയൊരു ഹ്യൂജ് കളക്ഷൻ തന്നെ ഉണ്ട്. ഒക്കെ നമുക്ക് കാണിക്കാം. എല്ലാവരും ഇങ്ങോട്ട് വന്നോളി. നിങ്ങൾ ഇങ്ങോട്ടും നോക്കി, ഈ തല മുതൽ ആ തല ഒരു ഇന്നോവ ഉണ്ട്. ഇതിൽ കൂടുതലുണ്ടായിരുന്നു, ഒരുപാടെണ്ണം സ്റ്റോക്ക് ഔട്ട് ആയിട്ട് പോയതാണ് കേട്ടോ. ഇനി ഒരുപാടെണ്ണം വരാനുണ്ട്. ഈ ഫോർച്യൂണറൊക്കെ വെറും ഒരു സെക്കൻഡ് ഹാൻഡ് സ്വിഫ്റ്റിൻ്റെ വില ആവണുള്ളൂ. ഇതാ വെറും 2.5 ലക്ഷം രൂപ മുതൽ 3.5 ലക്ഷം രൂപ മുതലൊക്കെ നമുക്ക് ഇന്നോവയുടെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. എല്ലാ രീതിയിലുള്ള വണ്ടികളുണ്ട്. വി നോക്കുന്നവർക്ക് അതുണ്ട്, G4 ഉണ്ട്, ക്രിസ്റ്റ ആണെങ്കിൽ Z ഉണ്ട് കേട്ടോ. ഇനി ഈ സൈഡിലേക്ക് വരികയാണെങ്കിൽ ലോ ബഡ്ജറ്റ്, നിങ്ങൾക്ക് ചെറിയ ബഡ്ജറ്റ് ആണെങ്കിൽ മാക്സിമം ലോണും ലഭിക്കുന്ന വാഹനങ്ങളുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ടയോട്ട പ്രാന്തന്മാർക്ക് ഈ എപ്പിസോഡ് ഷെയർ ചെയ്തോളിയും, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് അങ്ങ് പോവാം. മലയാള മീഡിയയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണല്ലേ? നമ്മളെ ന്യൂ ഇയർത്തെ ഫസ്റ്റ് വീഡിയോ ആണല്ലേ? വണ്ടികളൊക്കെ കുറവാണല്ലോ, ചെറുവണ്ടികളൊക്കെ ഒരുപാടുണ്ടായിരുന്നു, ഒരുപാട് സോൾഡ് ഔട്ട് ആയിട്ട് അവിടെ ബാക്കിലിട്ടൊക്കെ സെയിൽ ആയതാണല്ലേ? ഓക്കെ. ഇന്നോവകൾ ഇപ്പൊ എന്താ അവസ്ഥ? ഇന്നോവകൾ ഇപ്പൊ എന്നാള് പുതിയ സ്റ്റോക്കുകൾ കുറച്ച് വന്നിട്ടുണ്ട്. ഓക്കെ, പഴയതൊക്കെ കുറെ സെയിൽ ആയിട്ടുണ്ട്, സോൾഡ് ആയിട്ടുണ്ട് അല്ലേ? എന്നാലും നിങ്ങൾക്ക് വേണ്ട ഏത് രീതിയിലുള്ള വാഹനം ആയിക്കോട്ടെ അൻവർക്ക് അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പൊ നമ്മുടെ പ്രോപ്പർ ലൊക്കേഷൻ പറഞ്ഞു കൊടുത്തു. ഇത് കോഴിക്കോട് പാലക്കാട് ഹൈവേയിൽ മൊറയൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. മൊറയൂർ അല്ലേ? PMA കാർസ് എന്നാണ് ഷോപ്പിന്റെ പേര്. ഇൻസ്റ്റാഗ്രാം ഉണ്ട്, അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ? ഓക്കെ. അൻവർക്ക് അപ്പോൾ ന്യൂ ഇയറിലെ ഫസ്റ്റ് വീഡിയോ ആണ്, എന്തായാലും ഓഫർ കൊടുക്കണം. നല്ല ഓഫർ കൊടുക്കാം, നല്ല കട്ട് ചെയ്തിട്ടുള്ള പ്രൈസിന് നമുക്ക് വണ്ടികൾ കൊടുക്കും. ഓക്കെ. അപ്പൊ നമുക്ക് ഓഫർ ഉണ്ടോ ഇല്ലേ നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പൊ എല്ലാവരും വീഡിയോയിലേക്കാണ് വന്നോളി. അപ്പൊ അൻവർക്ക് ആദ്യമായിട്ട് നമുക്ക് ക്രിസ്റ്റമൻ തന്നെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അതും നല്ല മുന്തിരി കളർ വണ്ടി, 2016 V സെക്കൻഡ് ഓണർ. V ആണ് സെക്കൻഡ് ഓണർ, നമ്പർ ആയ വണ്ടി. 2016 മോഡൽ, V ഓപ്ഷൻ, മാനുവൽ ആണ് വരിക. റീപ്ലേസ്മെന്റ് മേജർ ആക്സിഡന്റ് ഒന്നുമില്ല, ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ഉണ്ട് അല്ലേ? വണ്ടി നിലവിൽ എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? ഇതിനകത്ത് 1 സംതിങ് ആണ് കാണുന്നത്. പുറത്തുനിന്ന് വരുന്ന വണ്ടി ആയതുകൊണ്ട് ജനുവിൻ ആയിക്കോളും നമുക്ക് പറയാൻ കഴിയില്ല. ഓക്കെ. എന്നാലും ടയോട്ടയിൽ കൊണ്ടുപോയി നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തിയിട്ട് എടുക്കാം അല്ലേ? ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ നല്ല സീറ്റ് ചെയ്തിട്ടുണ്ട്, ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്, ക്ലൈമറ്റ് AC, ബട്ടൺ സ്റ്റാർട്ട് ഒക്കെ വരുന്ന സാധനം. എത്ര കൊടുക്കാം? ഇത് നല്ല പ്രൈസ് 13.5 ലക്ഷത്തിന് കൊടുക്കാം. നമ്പർ 13.5 ലക്ഷം രൂപ V ഓപ്ഷൻ വണ്ടി കൊടുക്കാം. കേരളത്തിലേക്ക് നമ്പർ ആയ വണ്ടി ഒരു 2 ലക്ഷം രൂപ 15 ലക്ഷമൊക്കെ ചോദിച്ച വണ്ടിയാണ്. 1.5 ലക്ഷം കുറച്ചിട്ടൊക്കെ പൊട്ടിച്ചിട്ടാണ് കൊടുക്കുന്നത്. ഒരു 2 ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് ആണ് ഇറക്കി കൊടുക്കുക. മാക്സിമം ഒരു 1.5-2 ലക്ഷം ഇറക്കാം, സുഖമായിട്ട് ഇറക്കി കൊണ്ടുപോട്ടോ. ഇനിയിപ്പോ നമുക്ക് ജസ്റ്റ് ഒരു മൈലേജ് കിട്ടുന്ന ഒരു ഡീസൽ വാഹനം പരിചയപ്പെടുത്തി. 2014 മോഡൽ ഒറിജിനൽ കേരള 3rd ഓണർ വണ്ടി. ഓക്കെ. കിലോമീറ്റർ എത്ര ഓടിയുണ്ട്? കിലോമീറ്റർ ഇതിനകത്ത് കാണുന്ന 1 സംതിങ് ആണ്. റീപ്ലേസ്മെന്റ് കാര്യമായിട്ടൊന്നുമില്ല അല്ലേ? അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റി വാഹനമാണ്. ടയറും കാര്യങ്ങളൊക്കെ എങ്ങനെ? ഫ്രണ്ട് ഗ്ലാസ് അടക്കം ഒറിജിനൽ, ടയറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം കട്ടുണ്ട്. ഇന്റീരിയർ നോക്കുകയാണെങ്കിലും അത്യാവശ്യം തരക്കേടില്ലാത്തൊരു ഇന്റീരിയർ അല്ലേ? കിലോമീറ്റർ കാര്യമൊക്കെ ജെനുവിൻ അല്ലേ? ജെനുവിൻ ആവുമെന്ന് പറയാൻ പറ്റില്ല. 3 ഓണർമാർ മാറിയ വണ്ടിയല്ലേ? ഇതിനകത്ത് കാണിക്കണം 1 സംതിങ്. മെക്കാനിക് പരമായിട്ട് ഫിറ്റ് ആണ്. എത്ര കൊടുക്കാം? 3,20,000. 14 മോഡലിന് അല്ലേ? ഇത് ലോൺ കിട്ടുമോ? ലോൺ ഒരു 2.5-3 വരെയൊക്കെ 2.5 വരെയൊക്കെ എന്തായാലും കിട്ടണ്ടാണ്. ചെറിയൊരു തുക മുടക്കുകയാണെങ്കിൽ ഡീസലിൽ മൈലേജ് ഉള്ള ഒരു വണ്ടി സ്വന്തമാക്കാം അല്ലേ? ഓക്കെ. അപ്പൊ അടുത്തായിട്ട് നമുക്ക് ഫോർച്യൂണർ പരിചയപ്പെടാം. 2013 മോഡൽ 2 വീൽ ഓട്ടോമാറ്റിക്. 2 വീൽ ഓട്ടോ. ഓണർഷിപ്പോ? 3rd ഓണർ, 4th ഓണർ. കിലോമീറ്ററോ? 1,80,000. 1.80 അല്ലേ? മേജർ ആക്സിഡന്റ് എന്തെങ്കിലും? ഇല്ല, മേജർ ആയിട്ടുള്ളൂ. ഓക്കെ. എത്ര കൊടുക്കുന്നത്? ഇത് നമുക്ക് ഓഫർ പ്രൈസ് 12,20,000 കൊടുക്കും. 12,20,000 രൂപക്ക് 12,300-12,90 2 വീൽ ഓട്ടോമാറ്റിക്, മാനുവൽ അല്ല, ഓട്ടോമാറ്റിക് ആണ്. ഇന്റീരിയർ നോക്കുകയാണെങ്കിലും അത്യാവശ്യം വണ്ടി. അതും കേരളത്തിലേക്ക് നമ്പർ ആയി. ഇനിയിപ്പോ ലോൺ വേണമെങ്കിൽ അതും കൊടുക്കാം അല്ലേ? ഒരു 10 വരെയൊക്കെ ലോണും കിട്ടും. 10.5 ലക്ഷം രൂപ വരെ ലോണും ചെയ്യാൻ പറ്റിയൊരു വാഹനം. ഓക്കെ. അപ്പൊ അടുത്തായിട്ട് ചെറിയ വിലക്ക് ഒരു ലക്ഷറി യാത്ര അല്ലേ? ഓക്കെ. ഇതിന്റെ ഡീറ്റെയിൽ 2008 മോഡല്. 8 മോഡൽ കേരളത്തിൽ നിന്ന് ഇവിടുന്ന് 55,000 കൊടുത്ത് CNG ഒക്കെ കയറ്റി വണ്ടി 20 കിലോമീറ്റർ മൈലേജ് കിട്ടും. ഷുവർ ആയിട്ടും കിട്ടും. 20 കിലോമീറ്റർ മൈലേജ് കിട്ടും. പുതിയ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടി. ഓക്കെ. റീപ്ലേസ് മേജർ ആയിട്ടുള്ളൊന്നുമില്ല അല്ലേ? അത്യാവശ്യം നല്ല ക്വാളിറ്റി വണ്ടിയാണ് അല്ലേ? ഓക്കെ. എത്രക്ക് പൊട്ടിക്കാം നമുക്ക്? ഇത് നമുക്ക് 2,30,000 കൊടുക്കാം. വെറും 2,30,000 രൂപക്ക് കേരളത്തിലേക്ക് നമ്പർ ആയ വണ്ടി, പുതിയ പേപ്പർ എടുത്ത വണ്ടി. ലോൺ കിട്ടൂലല്ലോ? ലോൺ കിട്ടില്ല. ലോൺ കിട്ടില്ല.
ഒരു ആൾട്ടോന്റെ വിലക്ക് ലക്ഷറി യാത്ര. ഓക്കെ, ടയോട്ടന്റെ വണ്ടിയാണ്. ഓക്കെ. അപ്പൊ നെക്സ്റ്റ് ആയിട്ട് നമുക്ക് വീണ്ടും ഫോർച്യൂണർ പരിചയപ്പെടാം. അത് ഓട്ടോമാറ്റിക് 14 മോഡൽ 2 വീൽ ഓട്ടോമാറ്റിക്. ഓണർഷിപ്പോ? തേർഡ് ഓണർ. കിലോമീറ്റർ 1.95 ഓടി. ജെനുവിനിറ്റി അതർ സീറ്റ് ആണ്, പറയാൻ പറ്റില്ല. ഓക്കെ, അത്യാവശ്യം മെക്കാനിക് പരമായിട്ട് ബാക്കിയൊക്കെ ഫിറ്റ് അല്ലേ? അതെ അതെ, ഓക്കെ. എല്ലാം ഫിറ്റ് ഉള്ള ഒരു വാഹനം കൂടിയാണ് അല്ലേ? ഓക്കെ. അപ്പൊ എത്രക്ക് നമ്മൾ കൊടുക്കുന്നത്? ഇത് 13 ലക്ഷം രൂപ കൊടുക്കാം. നമ്മൾ 14 ലക്ഷം ചോദിച്ച വണ്ടിയാണ്, ഇപ്പൊ 13 നമ്മൾ കൊടുക്കുന്നത്. 13 ലക്ഷം രൂപ കൊടുക്കുക. കേരളത്തിലേക്ക് നമ്പറായി പുതിയ ഇൻഷുറൻസ് എടുത്തോണ്ട്. ഏകദേശം എത്ര തുക മുടക്കാൻ ഇത് വീട്ടിൽ വരെയൊക്കെ ലോൺ കിട്ടും വണ്ടിക്ക്. ഓക്കെ, 1 ലക്ഷം മുടക്കിയാൽ മതി. 1 ലക്ഷം രൂപ മുടക്കി കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാം അല്ലേ? ഓക്കെ. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ഒരു വൈറ്റ് ക്രിസ്റ്റ, നല്ല ക്വാളിറ്റി ക്രിസ്റ്റ, നല്ല 2000 മോഡൽ കാര്യങ്ങള് 2018 G4 മാനുവൽ, സെക്കൻഡ് ഓണർ വണ്ടി. സെക്കൻഡ് ഓണർ. നിലവിൽ എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? 80,000 കിലോമീറ്റർ ജെനുവിൻ ആണ്. ജെനുവിൻ ആണ് അല്ലേ? 80,000 ഓടിയിട്ടുള്ളൂ. ക്രിസ്റ്റ 80,000 അതർ സൈഡിൽ കിട്ടാന്ന് പറഞ്ഞാൽ വണ്ടിയാണ്. വളരെ റയർ ആയിട്ട് കിട്ടുള്ളൂ. 7 സീറ്റർ വണ്ടിയാണ്. റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല അല്ലേ? റീപ്ലേസ് പക്കാ വണ്ടി കേട്ടോ. ഇന്റീരിയർ ഒക്കെ നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളി സീറ്റർ ചെയ്തിട്ടുണ്ട്. ടയർ ആണെങ്കിൽ ഒരു 80% വരുന്നുണ്ട്. എത്ര കൊടുക്കും മാനുവൽ വണ്ടി? ഇത് നമുക്ക് കേരളത്തിൽ എവിടെ വേണമെങ്കിലും നമ്പർ ആക്കി കൊടുക്കാം. 14,90,000 15, 20 ഒക്കെ നമ്മൾ ചോദിച്ച വണ്ടി ഇപ്പൊ നമ്മൾ കൊടുക്കുന്നത് 14,60,000 കൊടുക്കും. 14,60,000 രൂപക്ക് വണ്ടി ലോൺ കിട്ടും കൊടുക്കാം. ന്യൂ ഇയർ ആയിട്ട് ലോൺ കിട്ടൂലേ? ലോൺ ഒരു 12.5, 13 വരെയൊക്കെ ലോൺ. 13 ലക്ഷം രൂപ വരെ ലോൺ കിട്ടുന്ന ഒറിജിനൽ വാഹനം. ഒരു MH വണ്ടി കേരളത്തിൽ എവിടെ വേണേലും നമ്പർ ആക്കി കൊടുക്കാം. 14,60,000 80,000 കിലോമീറ്റർ ഓടിയ വണ്ടി. പറഞ്ഞ ചെറുതായിട്ട് നെഗോഷ്യബിൾ ആവും. നമുക്ക് അടിപൊളി ഒരു മുന്തിരി കളർ ക്രിസ്റ്റ പരിചയപ്പെടാം. 2016 മോഡൽ Z ഓട്ടോമാറ്റിക്. തേർഡ് ഓണർ വണ്ടിയാണ്. കേരളത്തിലെ നമ്പർ ആയ വണ്ടിയാണ്. ഓണർഷിപ്പ് തേർഡ് ഓണർ അല്ലേ? എന്തെങ്കിലും മേജർ ആക്സിഡന്റ് ഒന്നുമില്ല. ചെറിയ മൈനർ പുറത്തുനിന്ന് വരുന്ന വണ്ടിയാകുമ്പോൾ ചെറിയ ലെവലിംഗും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, ബാക്കി മേജർ കാര്യങ്ങളൊന്നുമില്ല. നല്ല അടിപൊളി ആഫ്റ്റർ മാർക്കറ്റ് ടൈൽ ലൈറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നമ്പർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. Z ഓട്ടോമാറ്റിക് ആണ്. ബട്ടൺ സ്റ്റാർട്ട് വരും, സ്റ്റിയറിംഗ് കൺട്രോൾ, ടച്ച് സ്ക്രീൻ, ക്ലൈമറ്റ് AC, എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഏറ്റവും ഫുൾ ഓപ്ഷൻ. എത്ര കൊടുക്കാം? ഇത് നമ്മൾ മാക്സിമം എത്ര കൊടുക്കാം? മാക്സിമം റേറ്റ് നമ്മൾ ഇതുവരെ ചോദിച്ച 17 ലക്ഷം ഒക്കെ ചോദിച്ചു. ഇത് നമുക്ക് ഒരു 16 ലക്ഷത്തിന് കൊടുക്കാം. 16 ലക്ഷം രൂപ. 360 ക്യാമറ ചെയ്തൊരു വാഹനം കൂടിയാണ്. 16 ലക്ഷം രൂപ നമ്പർ ആയ വണ്ടിയാണ്. കേരളത്തിൽ നമ്പർ ആയ വണ്ടിയാണ്. കേരള നമ്പർ ആയ വാഹനമാണ് കേട്ടോ. ലോൺ വേണമെങ്കിലും അതും കിട്ടും. ഇവിടെ 17 ചോദിച്ച വണ്ടിയാണ്. പ്രൈസ് ഓഫർ പ്രൈസിനാ കൊടുക്കും. മാക്സിമം ലോൺ കിട്ടൂലേ? ഓക്കെ. ഇനി നമുക്ക് പജേറോ പജേറോ സ്പോർട്ട് 2013 4x4 മാനുവൽ വണ്ടി. ഓക്കെ. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ. ഇവിടെ കേരളത്തിൽ നമ്പർ ആക്കാൻ കൊടുത്തിട്ടുണ്ട്. തേർഡ് ഓണർ ആവും. ഓക്കെ. മേജർ ആക്സിഡന്റോ? മേജർ ആയിട്ടുള്ള മെക്കാനിക് വരുമായിട്ട് എങ്ങനെ വണ്ടി? കുഴപ്പമൊന്നുമില്ല, ഫിറ്റ് ആണ് അല്ലേ? എത്രയാണ് ആസ്ക് നമ്മള്? ഇത് നമ്മൾ ചോദിക്കുന്നത് കേരള നമ്പർ ആക്കിയിട്ട് ഇവിടെ 7 ലക്ഷം ഒക്കെ ചോദിച്ചിട്ട് 6,25,000 ആണ് ഇപ്പൊ 6,25,000 നല്ല ഓഫറിൽ നമ്പർ ആയത്. നമ്പർ ആക്കിയിട്ട് 6,25 നമ്പർ ആക്കിയിട്ട് നമുക്ക് പജേറോ സ്പോർട്ട് തരാൻ സാധിക്കും. ഹൈ ക്വാളിറ്റി, നല്ല ബോഡി ക്വാളിറ്റി ഉള്ള ഒരു വണ്ടി കേട്ടോ. ഓക്കെ. ഇനി അടുത്ത് വീണ്ടും നമുക്ക് ഫോർച്യൂണർ പരിചയപ്പെടാൻ. നല്ല അടിപൊളി TR ടിക്കറ്റ് ഒക്കെ ചെയ്തു. 2013 4x4 മാനുവൽ. 4x4 മാനുവൽ. മല കയറാ, കുന്ന് കയറാ, ഏതിലും വേണേ പോവാം. ആകെ സെക്കൻഡ് ഓണർ ആയിട്ടുള്ള വണ്ടി. സെക്കൻഡ് ഓണർ, കേരളത്തിലേക്ക് നമ്പർ ആയ വണ്ടി. മേജർ എന്തെങ്കിലും ഒന്നുമില്ല. പുതിയ ഇൻഷുറൻസ് ഒക്കെ നമുക്ക് എടുത്തു കൊടുത്തിട്ട് ഇവിടെ 12,40 ഒക്കെ ചോദിച്ച വണ്ടിയാണ്. നമ്മളിപ്പോ കൊടുക്കണ 11,70,000 രൂപ. 11,70,000 രൂപക്ക് ഫോർച്യൂണർ. 2013 മോഡൽ 4x4 മാനുവൽ ഓണർ ആയിട്ടുള്ള വണ്ടി. ഓക്കെ. ഓണർഷിപ്പ് ഒന്നും കൂടുതലില്ല. സെക്കൻഡ് ഓണർ. ഇൻഷുറൻസ് നമുക്ക് എടുത്തു കൊടുക്കാം. ഒരു 13 ലക്ഷം IDV ഒരു 10-11 വരെയൊക്കെ ലോണും കിട്ടാൻ സാധിക്കും. മാക്സിമം ലോൺ കിട്ടും അല്ലേ? ഇന്റീരിയർ ഒക്കെ നോക്കുകയാണെങ്കിൽ വെൽ മെയിൻറ്റൈൻഡ് ആണ്. ഇനി ലോൺ വേണമെങ്കിൽ നമുക്ക് മാക്സിമം ലോണും ചെയ്തു കൊടുക്കാം കേട്ടോ. ഓക്കെ. അപ്പോൾ അടുത്തായിട്ട് നമുക്കൊരു ഫേസ് ലിഫ്റ്റഡ് ആയിട്ടുള്ള ഒരു വാഹനം പരിചയപ്പെട്ടാലോ? അടിപൊളി മെക്കാനിക്കൽ ഫിറ്റ് ഉള്ള വണ്ടി, നല്ല കണ്ടീഷൻ വണ്ടി അല്ലേ? ഇത് പുതിയ മോഡലിലേക്ക് ഫേസ് ലിഫ്റ്റ് ചെയ്ത എല്ലാരും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഫേസ് ലിഫ്റ്റ്. കണ്ട 2023 മോഡൽ വണ്ടി എന്ന് പറയുള്ളൂ. 2011 മോഡലാണ്. തേർഡ് ഓണർ ആണ്. റീ രജിസ്റ്റേർഡ് വണ്ടിയാണ്. ഓക്കെ. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ 94,000 കിലോമീറ്റർ ഓടി. 94,000 ഓടിക്കുള്ളൂ. ജെനുവിൻ ആണല്ലേ? ഓക്കെ. ജെനുവിൻ ആകാൻ സാധ്യതയുണ്ട്. സർവീസ് ഹിസ്റ്ററി ഒക്കെ ചെക്ക് ചെയ്തല്ലേ. 4 അത്യാവശ്യം പുതിയ ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിപ്പോ ഏകദേശം എത്ര കോസ്റ്റ് ആയിട്ടുണ്ടോ ഇതിപ്പോ ചെയ്യാൻ? 3 ലക്ഷത്തിന്റെ അടുത്ത്. ഇപ്പോൾ ടൈലാമ്പ് തുടങ്ങിയ എല്ലാതും അത്യാവശ്യം കോസ്റ്റ്ലി കിറ്റും കാര്യങ്ങളൊക്കെ ചെയ്തൊരു വാഹനം അല്ലേ? ഓക്കെ. എത്രക്ക് പൊട്ടിക്കാതെ നമുക്ക് ലാസ്റ്റ്? ഇത് നമ്മൾ ലാസ്റ്റ് ഇവിടെ നമ്മളിവിടെ ചോദിച്ചിരുന്ന 13.5-ഒക്കെയാണ്. നമുക്കൊരു 12,80,000 കൊടുക്കാം. 12,85. പുതിയ സ്റ്റാറിങ്ങും കാര്യങ്ങളൊക്കെ, സ്റ്റിയറിംഗ് ആയാലും എല്ലാ ഫിറ്റിംഗ്സ് ചെയ്ത വണ്ടി. ഇനി ഇന്റീരിയർ ആണെങ്കിലും ഒരു മുഷ്ടിലോ ഒന്നും സംഭവിച്ചിട്ടില്ല. ക്വാളിറ്റി പക്ക
പക്ക ക്ലീൻ വണ്ടി. അപ്പൊ ഇത് എടുക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. 2023 വണ്ടി ഇതിന് ഏകദേശം ഒരു 80-85 ലക്ഷം വില വരും. 85 ലക്ഷം രൂപയുടെ വില മതിക്കുന്ന കാറിന്റെ അതേ ഒരു ഷേപ്പിൽ നമുക്ക് ആ ഒരു പ്രൗഡിയില് BMW 520D ആണ് വരുന്നത് കേട്ടോ. അത്യാവശ്യം മൈലേജും കിട്ടുന്ന ഒരു വണ്ടിയാണ്. ഓക്കെ, ഇനി നമുക്ക് അൻവർക്ക ഇന്നോവന്റെ സെഗ്മെന്റിലേക്കാണ്. ഇപ്പൊ ഈ നരികളുടെ അടിയിൽ ഒരു പുലി കിടക്കണ്ടല്ലോ, ഒരു കരിമ്പുലി വണ്ടി. 2009 മോഡല് 4x4 അന്ന് വീഡിയോ ഇട്ടാന്ന് ഇത് കച്ചവടം ആയതാണ്. ആൾക്ക് ലോൺ കിട്ടാതായതുകൊണ്ട് പിന്നെ രണ്ടാമത് വീണ്ടും വീഡിയോ ഇട്ടതാണ്. ഇത് ലോൺ കിട്ടുമോ? ഇതിന് അവർക്ക് 5 ലക്ഷം ലോൺ കിട്ടും പറഞ്ഞ് അവർ അഡ്വാൻസ് ചെയ്താണ്. 6,90,000 അഡ്വാൻസ് ചെയ്ത വണ്ടിയാണിത്. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ ഇത് 2009 ഇപ്പൊ നമ്പറായി, പുതിയ പേപ്പർ കാര്യങ്ങളൊക്കെ എടുത്ത് 2030 വരെ പേപ്പറായി, പുതിയ ടാക്സ് ആയി, എല്ലാം ക്ലിയർ ആയി. ഫേസ് ബോഡിയിൽ ചെറിയ ടച്ചപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാണ്ടെന്നുള്ളൂ. വന്ന സ്റ്റോക്ക് കണ്ടീഷനിലാണ്. മെക്കാനിക് ഫിറ്റ് ആണ്. മെക്കാനിക് പക്ക ഫിറ്റ്, നമ്മൾ മക്ക ഗ്യാരണ്ടി. കറക്റ്റ് സർവീസ് ഉള്ള വണ്ടിയാണ്. 1,60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇതൊക്കെ എടുക്കുന്നവർക്ക് തീർച്ചയായിട്ടും ബെനിഫിറ്റ് ആയിരിക്കും. കാരണം എന്താ വെച്ചാൽ അത്രയും കണ്ടീഷൻ വണ്ടിയാണ്, മെക്കാനിക് പരമായിട്ട് അത്രയും കണ്ടീഷൻ വണ്ടിയാണ്. പിന്നെ അത് മാത്രമല്ല, ഇത് ബ്ലാക്ക് കളറാണ്. ബ്ലാക്ക് കളർ ഫേസ് ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഏകദേശം 8.5 ലക്ഷം രൂപയ്ക്ക് ഫേസ് ലിഫ്റ്റ് ചെയ്താൽ നമുക്ക് പുതിയ മോഡലിലേക്ക് കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റും. പുതിയ ഷേപ്പിലേക്ക് കൺവേർട്ട് ചെയ്ത് കൊടുക്കാം. ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ അടിപൊളി അട്രാക്റ്റീവ് ഇന്റീരിയർ ആണ്. ടൈപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടൈപ്പ് 2ലേക്ക് ടൈപ്പ് 3ലേക്കും കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ടൈപ്പ് 2ന്റെ കാര്യമാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. ഓക്കെ. അപ്പൊ ഈ ഒരു കരിമ്പുലിനെ നമുക്ക് എത്രക്ക് പൊട്ടിക്കാം? നമുക്ക് അത് തന്നെയാണ്. ഇപ്പൊ അതിന്റെ ശേഷം നമ്മൾ ടാക്സ് അടച്ചു, പുതിയ പേപ്പർ എടുത്തു, അതൊന്നും നോക്കണ്ട. 6,90,000 നമുക്ക് ഫൈനൽ കൊടുക്കാൻ പറ്റും. 6,90,000 പുതിയ കമ്പനിയിലെ എവിടെ വണ്ടി അവർക്ക് ചെക്ക് ചെയ്യാം. ഇത്രയും കണ്ടീഷൻ വണ്ടിയാണ്. ഓണർഷിപ്പ് എത്രയുണ്ട്? തേർഡ് ഓണർ ആയിട്ട്. ബോഡിയിൽ കുറച്ച് ചെറിയ പെയിന്റിങ് കാര്യങ്ങളൊക്കെ നമ്മൾ വന്ന കണ്ടീഷനിലാണ് വെച്ചത്. അതൊന്ന് ഫിനിഷ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളി വണ്ടിയായിരിക്കും. അവര് ഓൾറെഡി അഡ്വാൻസ് ചെയ്തുകൊണ്ട് നമ്മളൊന്ന് വർക്ക് എടുക്കാതെ വെച്ചതാണ്. ഓക്കെ. അപ്പൊ ഇനി നമുക്ക് ഇന്നോവന്റെ സെഗ്മെന്റിലേക്ക് കടക്കാം. നമുക്ക് ഫസ്റ്റ് ഏതാ കാണിക്കാം? ഇത് 2013 V ആണ്. V ഓപ്ഷൻ. ഇവിടെ നമ്മൾ 8 ലക്ഷം ചോദിച്ച് നടന്നിരുന്ന വണ്ടിയാണ്. ഇപ്പൊ എത്ര കൊടുക്കുക? 13 കേരളത്തിൽ എവിടെ വേണമെങ്കിലും നമ്പർ ആക്കിയിട്ട് നമുക്കിത് 7 ലക്ഷം രൂപ കൊടുക്കാം. 7 ലക്ഷം, വെറും 7 ലക്ഷം രൂപ നമ്പർ ആക്കിയിട്ട് 7 ലക്ഷം രൂപക്ക് V ഓപ്ഷൻ കൊടുക്കാം. 13 V വണ്ടി കൊടുക്കും. 13 V ആട്ടോ. അത് മാത്രല്ല ലോണും കിട്ടും. ലോൺ 7 ലക്ഷം വരെയൊക്കെ ലോണും കിട്ടും. ഡുവൽ എയർ ബാഗ്, ടച്ച് സ്ക്രീന്, ക്ലൈമറ്റ് AC ഒക്കെ വരുന്ന ഒക്കെ കമ്പനി ഇൻബിൽഡ് വരുന്ന ഒരു വാഹനമാണ്. അലോയ് വീൽസ് അടക്കം കമ്പനി കൊടുക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ആയിട്ട് ഏത് ഇന്നോവ കാണിക്കാം? നെക്സ്റ്റ് ആയിട്ട് 2014 മോഡല് നല്ല അടിപൊളി സിൽക്കി ഗോൾഡ് കളർ അടിപൊളി ഇന്നോവ. 14 മോഡലല്ലേ? ഒരുപാട് എക്സ്ട്രാ ഫിറ്റിംഗ്സുകളൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. ഓക്കെ, ഇത് ഓണർഷിപ്പ് എത്രയുണ്ട്? ഇത് 4th ഓണർ. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? സംതിങ് ഓടിയുണ്ട്. അതർ സ്റ്റേറ്റ് വണ്ടിയാണ്, ജനുവിറ്റി പറയാൻ കഴിയില്ല. നമ്പർ ആയ ഒരു വാഹനമാണ്. ലോൺ കിട്ടും? ലോണ് ഒരു 7 ലക്ഷം വരെ കിട്ടും. 7 ലക്ഷം രൂപ വരെ. എത്രയാണ് നമ്മൾ ആസ്കിന് വണ്ടി? ഇവിടെ നമ്മൾ 8 ലക്ഷം ചോദിച്ച വണ്ടിയാണ്. 7,30,000 കൊടുക്കും. 7,30,000 രൂപ. 14 മോഡൽ. മാക്സിമം ലോണും കിട്ടും കേട്ടോ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് നമുക്ക് 4 കിഡിലൻ അലോയ് വീൽസ് ഇട്ട ഒരു ഗ്രേ കളർ ഇന്നോവ പരിചയപ്പെടാം. 13 മോഡൽ. ഇതിന്റെ ഡീറ്റെയിൽ എങ്ങനെ വരും? ഇത് 13 G4 ആണ്. കേരളത്തിൽ നമുക്ക് നമ്പർ ആക്കിയിട്ട് ഇവിടെ 7 ലക്ഷം ആദ്യം ചോദിച്ചിരുന്ന വണ്ടിയാണ്. ഓക്കെ, ഓഫർ റേറ്റ് എന്നതിലേക്ക് 6,40,000 നമ്പർ ആക്കിയിട്ട് വെറും 6,40,000 രൂപക്ക് നമ്പർ ആക്കി 45,000 രൂപക്ക് കൊടുക്കാം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ചെയ്ത് ഇന്നോവ കാണിക്കാം. അടുത്തത് 2013 V മോഡൽ ഇന്നോവയാണ്. വി ഷേപ്പ് അല്ലേ? ഓക്കെ, ഡീറ്റെയിൽ എങ്ങനെയാണ്? ഇത് സിംഗിൾ ഓണറിലാണ്. ഓൾറെഡി നമ്മൾ കേരളത്തിലേക്ക് നമ്പർ ആക്കാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, 8 സീറ്റ് ആണല്ലേ വരുന്നത്? 8 സീറ്റ് വണ്ടിയാണ്. വിയിൽ 8 സീറ്റ് വളരെ അപൂർവമാണ്. അതെ, അതാണ് 8 സീറ്റ് വളരെ റയർ ആയിട്ടേ കാണാൻ സാധിക്കുള്ളൂ. പിന്നെ അത് മാത്രമല്ല, V ഓപ്ഷനിൽ ഇത് പറഞ്ഞ പോലെ തന്നെ ടച്ച് സ്ക്രീൻ അഡീഷണൽ ആഡ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സീറ്റുകൾ കാര്യങ്ങൾ വരുന്നുണ്ട്. എത്ര കൊടുക്കുക ഈ ഒരു V വണ്ടി? ഇത് നമ്മൾ 8,15 8,20 ഒക്കെ ചോദിച്ച വണ്ടിയാണ്. 7,60,000 നമ്മൾ കൊടുക്കുന്നത്. 7,60,000 രൂപ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഏത് കാണിക്കാം? 2015 മോഡൽ G4 ഇന്നോവ. ഡീറ്റെയിൽ എങ്ങനെ വരും? അത് തേർഡ് ഓണർ വണ്ടിയാണ്. നമ്പർ ആയ വണ്ടിയാണ്. ഓക്കെ, പുതിയ ഇൻഷുറൻസ് ഒക്കെ എടുത്തിട്ട് നമുക്ക് ഇവിടെ 8,45 ചോദിച്ചിരുന്ന വണ്ടിയാണ്. 7,60,000. 7,60,000 രൂപ. 15 മോഡൽ ഇന്നോവ നമുക്ക് കൊടുക്കാം. അതർ സ്റ്റേറ്റിൽ നിന്ന് കിട്ടുന്ന പ്രൈസ് ആണ് ഇതൊക്കെ. ഓക്കെ, ഡൽഹി വിലക്ക് നമുക്ക് കേരളത്തിൽ ഇന്നോവ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ആയിട്ട് ഒരു കർണാടക വണ്ടി ചോദിച്ചിട്ട് ഒരുപാട് പേര് വിളിക്കാറുണ്ട്. അടുത്ത കർണാടക വണ്ടി. ഇപ്പൊ കർണാടക വണ്ടി ചെറിയ പ്രൈസിന് കൊടുക്കാം. ഒരുപാട് പേര് എൻക്വയറി ചെയ്യുന്ന ഒരു വാഹനമാണ് കേട്ടോ. ഗ്രേ കളറാണ്, G4 ആണ് അല്ലേ? ഡീറ്റെയിൽ 2015 മോഡല്. ഓക്കെ, ഓണർഷിപ്പ് കർണാടക പ്രൈവറ്റ് വണ്ടിയാണ്. കർണാടകയിലുള്ള ആളുകൾക്കൊക്കെ പറ്റിയ വണ്ടിയാണ്. അതെ. ഓണർഷിപ്പ് കാര്യങ്ങൾ തേർഡ് ഓണർ. അല്ലേ? കിലോമീറ്റർ ജെനുവിനിറ്റി പറയാൻ പറ്റില്ല. പക്ഷെ മെക്കാനിക് വരുമ്പോൾ ഫിറ്റ് അല്ലേ? ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളി സീറ്റ്, ടച്ച് സ്ക്രീൻ, എയർ ബാഗും വരുന്നുണ്ട്. എത്ര കൊടുക്കാം? ഇത് നമുക്ക് 7,65,000 കൊടുക്കാം. 7,65 അല്ലേ?
കർണാടക നമ്പറിൽ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ആയിട്ട് വീണ്ടും നമുക്ക് ഇന്നോവ പരിചയപ്പെടാം. കേരള വണ്ടിയാണോ? നമ്പർ ആയ വണ്ടിയാണ്, 11 മോഡൽ. G3 കൺവേർട്ടഡ് G4 ആണ്. ഓക്കെ, G2 കൺവേർട്ടഡ് അല്ല G3 കൺവേർട്ട് G4 അല്ലേ? ഓക്കെ, ഇതിന്റെ ഡീറ്റെയിൽ എങ്ങനെയായിരുന്നു ഓണർഷിപ്പ് ഒക്കെ? ഇത് തേർഡ് ഓണർ വണ്ടിയാണ്. തേർഡ് ഓണർ അല്ലേ? തേർഡ് ഓണർ ആണ്. ഓക്കെ, റീപ്ലേസ്മെന്റ് മേജർ ആയിട്ടുള്ള ചെറിയ ഫ്രണ്ട് ഗ്ലാസ് അങ്ങനെ ഫ്രണ്ട് ഗ്ലാസ് കാര്യങ്ങളൊക്കെ ചെറിയ റീപ്ലേസ്മെന്റ് ഉണ്ട്. അത് മാത്രമല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഇന്റീരിയർ ആണ്. സീറ്റർ കാര്യങ്ങളൊക്കെ അഡീഷണൽ ചെയ്തിട്ടുണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ എത്രയാണ് ഇതിന് ആസ്കിനി? ഇത് നമ്മൾ 4,40,000. 4,40,000 രൂപ. നമ്പർ ആയ വണ്ടിയാണ്. ലോൺ കിട്ടാൻ ചാൻസ് ഉണ്ടോ? ലോൺ ഒരു 3-3.5 രൂപ കിട്ടും മാക്സിമം. ലോൺ നമുക്ക് നോക്കി നോക്കാം. നമുക്ക് സിൽവർ കളർ ഒരു ഇന്നോവ പരിചയപ്പെടാം. അത് മോഡൽ എത്രയാണ്? 2008 മോഡലാണ്. 8 മോഡൽ. ഒറിജിനൽ കേരളമാണ്. പുതിയ ടാക്സ്, പുതിയ കേരള വണ്ടി. ഓക്കെ, പുതിയ പേപ്പർ എടുത്തിട്ട് ചെറിയ ചില്ലറ വർക്കുകളൊക്കെ എടുക്കാണ്ട് ഓക്കെ നമ്മളൊരു 3,50,000 കൊടുക്കാം. 3.5 ലക്ഷം രൂപ. ഒരു ചെറിയൊരു ആൾട്ടോ സ്വന്തമാക്കണ വിലക്ക് ഒറിജിനൽ കേരള ഇന്നോവ നമുക്ക് സ്വന്തമാക്കാം. 2008 മോഡൽ വണ്ടി കേട്ടോ. ഓക്കെ, ആ ഭാഗത്തുള്ളൊക്കെ സോൾഡ് ഔട്ട് ആയിട്ടുള്ള വാഹനമാണ്. ഇവിടെ ഒരുപാട് ചെറുവണ്ടികൾ കാണാൻ സാധിക്കുന്നുണ്ട്. അത് മാത്രമല്ല സ്വിഫ്റ്റ് ഒക്കെ 2021 മോഡൽ സിംഗിൾ ഓണർ ലോ കിലോമീറ്റർ വണ്ടിക്ക് വെറും 6.5 ലക്ഷം രൂപക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ കോൺടാക്ട് ചെയ്താൽ നമുക്ക് ഈ ഒരു ബെൻസിന്റെ ഡീറ്റെയിൽ പറഞ്ഞാലോ? 2010 മോഡൽ കേരള വണ്ടിയാണോ? കേരള നമ്പർ ആയ വണ്ടിയാണ്. ഓക്കെ, ഓണർഷിപ്പ് E250 സൺറൂഫ് ഉള്ള തേർഡ് ഓണർ വണ്ടി. ഓക്കെ, എന്തെങ്കിലും മേജർ റീപ്ലേസ്മെന്റ് മെക്കാനിക് എങ്ങനെ വണ്ടി ഫിറ്റ് ആണ് അല്ലേ? ഓക്കെ, സൺറൂഫ് കാര്യങ്ങൾ വരുന്ന നല്ല വൈറ്റ് കളർ. വൈറ്റ് കളർ ഈ ക്ലാസ് ഞാൻ വളരെ റെയർ ആയിട്ട് കണ്ടിട്ടുള്ളൂ. ഫേസ് ലിഫ്റ്റ് ആണെങ്കിൽ ഫേസ് ലിഫ്റ്റ് ചെയ്യാനൊക്കെ പറ്റിയ വണ്ടിയാണ്. ഓക്കെ, ഇന്റീരിയർ നോക്കുകയാണെങ്കിലും അത്യാവശ്യം മോശമില്ലാത്തൊരു ഇന്റീരിയർ എന്ന് പറയാം അല്ലേ? ഓക്കെ, ഈ ക്ലാസ് നമുക്ക് എത്ര കൊടുക്കാം? നമുക്ക് ഇത് നമ്മള് 6,90,000 ഇവിടെ ചോദിച്ചിരുന്നത്. 6,60,000 ഇപ്പൊ കൊടുക്കും. 6,60,000 രൂപക്ക് ലോൺ കിട്ടുമോ? ലോൺ സാധ്യത ശ്രീറാം ഫിനാൻസ് ഒക്കെ കിട്ടാൻ സാധ്യത മാക്സിമം നോക്കാം. എന്നാലും ചെറിയൊരു സ്വിഫ്റ്റ് ഉണ്ടാക്കുന്ന വിലക്ക് കേരള നമ്പർ ആയ ഈ ക്ലാസ് നമുക്ക് കൊടുക്കാൻ സാധിക്കും കേട്ടോ. നമുക്ക് അൾട്ടീസ് കാണിച്ചാലോ? 2009 മോഡല് നമുക്ക് കേരളത്തിൽ നമ്പർ ആക്കിയിട്ട് പുതിയ പേപ്പർ എടുത്തിട്ട് ഇവിടെ നമ്മൾ ചോദിച്ചിന് 3 ലക്ഷം 3.25 ലക്ഷമൊക്കെ ചോദിച്ചിന്. എത്ര കൊടുക്കും? 2,65,000 കൊടുക്കും. 2,65,000 രൂപക്ക് ഓട്ടോമാറ്റിക് അൾട്ടീസ്. ഇതൊക്കെ CNG കയറ്റി കഴിഞ്ഞാൽ പറക്കും. മൈലേജ് കിട്ടും. ചെറിയൊരു തുക മുടക്കി കഴിഞ്ഞാൽ വേണമെങ്കിൽ CNG എത്ര ഓടിയാലും ചടക്കാത്തൊരു എഞ്ചിനാണ്. അത് ടയോട്ടന്റെ. അത് മാത്രല്ല എത്തിയോസും ഉണ്ടല്ലോ നമ്മളെ 2016 മോഡൽ VXD ടോപ്പ് ആൻഡ് ഡീസൽ അല്ലേ? ഡീസൽ അലോയ് വീലൊക്കെ വരുന്നത്. കേരള നമ്പർ ആയ വണ്ടി, കർണാടകയിൽ നമ്പർ ആയതാണ്. ഓണർഷിപ്പോ? ഓണർഷിപ്പ് തേർഡ് ഓണർ. തേർഡിലെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ജെനുവിൻ ആണോ? 1,90,000 ഓടിയിട്ടുണ്ട്. 1,90,000 ഓടിയിട്ടുണ്ട് അല്ലേ? അത്യാവശ്യം മോശമില്ലാത്തൊരു വാഹനം. എത്ര കൊടുക്കാം നമുക്ക്? ഇത് നമുക്ക് ഫൈനൽ ആയിട്ട് ഇവിടെ 4.25 ചോദിച്ച വണ്ടിയാണ്. നമുക്കൊരു 4,50,000 കൊടുക്കാം. 4,55,000. 4,55,000 രൂപയ്ക്ക് ലോൺ കിട്ടുമോ? ലോൺ ഒരു 4 ലക്ഷം വരെ കിട്ടും. ഒരു 55 റുപ്യന്റെ സ്വന്തമാക്കാം അല്ലേ? ഓക്കെ, നമുക്ക് ഇനി എത്തിയോസ് ലീവ പരിചയപ്പെടാം. അതും ഡുവൽ ടോൺ വരുന്നത് അല്ലേ? 2013 GD നമ്പർ ആയ വണ്ടി. 13 മോഡല്. ഓക്കെ, ഡീസൽ നമ്പർ ആയ വാഹനമാണ്. എന്തെങ്കിലും അപാകതകൾ? മേജർ ആയിട്ടുള്ള ചെറിയ പുറത്തെ വണ്ടിൻ്റെതായ ഇതിൽ അപാകതകളുണ്ട്. നല്ല മേജർ ആയിട്ടുള്ള മേജർ ഒന്നുമില്ല അല്ലേ? ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഇന്റീരിയർ ആണ്. മെക്കാനിക് വരുമ്പോൾ ഒരു ഫിറ്റ് അല്ല വണ്ടി. എത്ര കൊടുക്കാം? ഇത് നമ്മൾ 3,40,000 ചോദിച്ച വണ്ടി ഇപ്പൊ നമ്മൾ 3,10,000 കൊടുക്കും. 3,10,000? അതെ. ലോൺ കിട്ടുമോ? ലോൺ ഒരു 2.5 വരെയൊക്കെ ലോൺ 2.5 വരെ ലോണും വേണമെങ്കിൽ കിട്ടും അല്ലേ? ഓക്കെ, എങ്ങനെയുണ്ട് ഇന്നത്തെ ലോ ബഡ്ജറ്റ് വീഡിയോ? നമ്മൾ എല്ലാ വണ്ടികളും കൊടുത്തു ഷോറൂം ഒന്ന് വിപുലീകരിക്കുന്നുണ്ട്. കുറച്ച് സ്റ്റോക്ക് പുതിയതാക്കുന്നുണ്ട്. പഴയ സ്റ്റോക്കുകളൊക്കെ ഒഴിവാക്കുന്നുണ്ട്. ഒരു മാസം 1.5 മാസം 2 മാസമായ വണ്ടികളൊക്കെ ഉണ്ട്. ചെറിയൊരു പ്രോഫിറ്റ് വെച്ചിട്ട് കൊടുക്കണം എല്ലാ വണ്ടികളും. മാക്സിമം 2-2.5 മാസം മാക്സിമം നിർത്താൻ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. അത് കഴിഞ്ഞാൽ കട്ട് ചെയ്ത് വിടാ ചെയ്യാം. താല്പര്യമുള്ളവര് പെട്ടെന്ന് ഈ അവസരം മുതലാക്കിക്കോളി. ഇത്രയൊരു ലോ പ്രൈസിൽ നമുക്ക് എവിടുന്നും വാഹനം കിട്ടൂല, അത് ഗ്യാരണ്ടി ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു എപ്പിസോഡ് എല്ലാവർക്കും തന്നെ ഉപകാരപ്രദമായി വിചാരിക്കുന്നു. ആരെങ്കിലും ഇന്നോവ അതുപോലെ തന്നെ ക്രിസ്റ്റ, ഫോർച്യൂണർ ചെറുവണ്ടികൾ നോക്കുന്നുണ്ടെങ്കിൽ ഈ അവസരം ഉപയോഗപ്പെടുത്തിക്കോളി. നേരെ PMA കാർസ് ഇങ്ങോട്ട് പോകുന്നുള്ളൂ കേട്ടോ. അൻവർ ഖാൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒന്നും കൂടി ആ ലൊക്കേഷൻ പറഞ്ഞു കൊടുത്തോളി. മലപ്പുറം മൊറയൂർ, കോഴിക്കോട് പാലക്കാട് ഹൈവേയിലാണ്. കൊണ്ടോട്ടി എയർപോർട്ടിന്റെ അടുത്ത് മൊറയൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ ഇതുപോലത്തെ കിടുക്കാച്ച എപ്പിസോഡ് എവിടുന്നെങ്കിലും തപ്പിപ്പിടിച്ച് വരുന്നത് വരേക്കും ഗുഡ് ബൈ.